ധർമ്മസ്ഥലയെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങളൊന്നും നിസ്സാരമല്ല. ഓരോ കേസും അത്യന്തം ദുരൂഹമാണ്. നേരത്തെ തന്നെ 462 അസ്വാഭാവിക മരണക്കേസുകൾ പ്രദേശത്തുണ്ട്. ധർമ്മസ്ഥലയിലും പരിസരത്തുമായി നൂറുകണക്കിന് പേരെ കാണാതായ പരാതികൾ വേറെയുമുണ്ട്. ദൂരെയുള്ള പലരെയുമാണ് കാണാതാകുന്നത് എന്നതിനാൽ പരാതിയിൽ സമ്മർദ്ദം ചെലുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെ ഒതുങ്ങിത്തീർന്ന കേസുകളൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഓരോ കേസും എടുത്താൽ 12കാരി, 18കാരി, 21കാരി, 9കാരി എന്നിങ്ങനെ പോവുകയാണ്. ചെറിയ കുട്ടികളെയും യൗവനത്തിലേക്ക് പ്രവേശിച്ചവരെയുമാണ് പീഡകർ ലക്ഷ്യമിട്ടത്. കൂട്ടം തെറ്റി നടന്നവരെയും ഒറ്റയ്ക്കായി പോയവരെയും വേട്ടയാടി പിടിക്കുകയായിരുന്നു. കൂട്ടുകാരോടൊപ്പം നടന്ന പെൺകുട്ടികളെ പൊടുന്നനെ കാണാതായ കേസുകളാണ് അധികവും. കെട്ടിടത്തിന്റെ മറവിൽ കാത്തുനിന്നും വാഹനങ്ങളിൽ എത്തിയുമാണ് പ്രതികൾ ഇരകളെ പിടിച്ചിരുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോഴിതെല്ലാം അപസർപ്പക കഥകളെ വെല്ലുന്ന നിഗൂഢതകൾ മാത്രമാണ്. വെളിപ്പെടുത്തലിൽ സത്യമുണ്ട് എന്ന് കരുതാൻ നിരവധി കാരണങ്ങളുണ്ട്. യഥാർത്ഥ പ്രതികൾ പുറത്തുവരിക തന്നെ വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സംഭവിക്കുമോ എന്നാണ് സംശയം.